നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്നവരോട് യേശു പറയുന്നു, നിങ്ങളുടെ ഭാരം നിങ്ങൾ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിങ്ങളെ പുലർത്തുന്ന ദൈവമാണ്. തലമുറകളെക്കുറിച്ച് വിചാരപ്പെടുന്നവരോട് ദൈവം പറയുന്നു, നിങ്ങളുടെ ഭാരം നിങ്ങൾ ചുമന്ന് നടക്കാതെ നിങ്ങളുടെ ഭാരം നിങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നതിനെക്കുറിച്ച് വിചാരപ്പെടുന്നവരോട് ദൈവം പറയുന്നു, നിങ്ങൾ വിചാരപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭാരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കാൻ തുടങ്ങിയാൽ, ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എന്നിട്ടും ഞാൻ അവയെ പോറ്റുന്നുണ്ട്. വയലിലെ താമരയെ നോക്കുവിൻ, അതിത്ര മനോഹരമായി ചമഞ്ഞിരിക്കുന്നത് ഞാൻ ചമയിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളതിനേക്കാളൊക്കെ വിശേഷതയുള്ളവരല്ലേ? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നത് കൊണ്ട് എന്തിനാണ് നിങ്ങളുടെ മനസ്സ് കലങ്ങുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭാരപ്പെട്ട് നടക്കുന്നത്? നിങ്ങൾക്കൊരു പിതാവില്ലേ? നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരുവനില്ലേ? നിങ്ങൾ വിചാരപ്പെട്ടാൽ ഒന്നും സംഭവിക്കില്ല. അവൻ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടാൻ തുടങ്ങിയാൽ, ദൈവം വിചാരപ്പെടാൻ തുടങ്ങിയാൽ, നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമായ കരുതലുകൾ, ചരിത്രം ഇന്നുവരെ കാണാത്ത കരുതലുകൾ നിങ്ങൾക്ക് വേണ്ടി അവൻ വെളിപ്പെടുത്തും. ക്ഷാമകാലത്ത് ദേശത്ത് ജനം മുഴുവൻ വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തി മുറുകെ പിടിച്ച ഏലിയാവിന് വേണ്ടി ദൈവം കരുതിയത് എത്ര ശ്രേഷ്ഠമായിട്ടാണ്. കാക്കയെ വിട്ടാണ് ദൈവം ആഹാരം കൊടുത്തത്. അത് അപ്പവും ഇറച്ചിയാണ് കൊടുത്തത്. രാജകീയമായ ആഹാരം ക്ഷാമകാലത്ത് കൊടുത്തവനാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഇസ്രായേൽ മക്കൾ ഭാരപ്പെട്ട സമയത്ത് പാറയിൽ നിന്ന് ദൈവം വെള്ളം കൊടുത്തിട്ടുണ്ട്. ആകാശത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. കയ്യെത്തിപ്പിടിക്കാൻ പാകത്തിന് കാടപ്പക്ഷി പറന്നു നിന്നിട്ടുണ്ട്. ദൈവം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇന്ന് പകലും അവൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല കേട്ടോ. അവൻ നിങ്ങളുടെ പിതാവാണ്. നിൻ്റെ ആവശ്യം അവൻ അറിയുന്നുണ്ട്. നീ വിഷമിക്കരുത്, ഭാരപ്പെടരുത്. നീ ഒന്ന് ഇറക്കി വെച്ച് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക. ദൈവം പ്രവർത്തിക്കുവാൻ നീ ഒന്ന് വിട്ടുകൊടുക്കുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.